സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ വോളിയം 2 ടെക്സ്റ്റിലെ 9ാമത്തെ അധ്യായമായ വിവരസംഭരണിയിലേക്ക് എന്ന ആ ഒരു പാഠത്തിലേക്ക് കടക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടെ ഡാറ്റയെ അഥവാ വിവരങ്ങളെ എങ്ങനെയാണ് നാം കളക്ട് ചെയ്ത് വയ്ക്കുന്നത്, അതെങ്ങനെയാണ് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ വർത്തമാനകാലത്തിൽ ഏറ്റവും അധികം വിലയുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് ഡാറ്റയാണ്. ഡാറ്റ ഈസ് ദ ഫ്യൂവൽ ഓഫ് നെക്സ്റ്റ് ജനറേഷൻ എന്നാണ് നമ്മൾ പറയാറ്. നാം ഓരോ നിമിഷവും പുതിയ പുതിയ ഡാറ്റകൾ മൊബൈൽ ഫോണിലൂടെയും മറ്റും നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫോട്ടോയുടെ രൂപത്തിലും അല്ലാതെയും ഒക്കെ നമ്മൾ പുതിയ പുതിയ വിവരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇവയെല്ലാം നമ്മളുടെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ അതല്ലെങ്കിൽ ഹാർഡ് ഡിസ്കുകളിലോ ഒക്കെ സേവ് ചെയ്ത് വെക്കുന്നുമുണ്ട്. എന്നാൽ ഈ ഡാറ്റയെ എപ്പോഴെങ്കിലും അത്യാവശ്യമായിട്ട് വരുന്ന സമയത്ത് എങ്ങനെ ഉപയോഗപ്പെടുത്തും, എങ്ങനെ വലിയൊരു വിവര ശേഖരത്തിൽ നിന്നും നമുക്ക് ആവശ്യമായ വിവരങ്ങൾ മാത്രം തിരഞ്ഞു കണ്ടുപിടിക്കും എന്നൊരു ചോദ്യം വരുമ്പോഴാണ് ഡാറ്റാ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ആവശ്യം വ്യക്തമാകുന്നത്. നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ വിവരങ്ങളെ ശേഖരിച്ച് വയ്ക്കാൻ ഉപയോഗിച്ചിരുന്നത് കാൽക്ക് പോലുള്ള ഓഫീസ് സോഫ്റ്റ്വെയറുകളാണ്. ലിബ്രെ ഓഫീസ് കാൽക്ക് അതിനൊരു ഉദാഹരണമാണ്. ഇവിടെ ലിബ്രെ ഓഫീസ് കാൽക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഡാറ്റയെ വിവിധ കോളങ്ങളായിട്ടും റോകളായിട്ടുമൊക്കെയാണ് തരംതിരിച്ച് രേഖപ്പെടുത്തി വയ്ക്കാറ്. ഞാനിവിടെ ഗെയ്സ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. തൊട്ട് താഴെ വീണ്ടും ഞാൻ ജി എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഗെയിം എന്നാണ് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ അവിടെ ഗെയ്സ് എന്ന് തന്നെ വരാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അഥവാ ഞാനൊന്ന് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 2 തവണ ഗെയ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ ബോളിൻ്റെ ഗെയ്സ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ റിപ്പീറ്റേഷൻ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല ലക്ഷക്കണക്കിന് റോയും കോളവും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു സന്ദർഭത്തിൽ അതിൽ നിന്നും വേണ്ട ഡാറ്റ തിരഞ്ഞു കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഒരു സമയത്താണ് നമുക്ക് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുകളുടെ ഉപയോഗം ആവശ്യമായി വരുന്നത്. അവിടെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള പട്ടികകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവയെല്ലാം പരസ്പരം കണക്റ്റ് ചെയ്തുകൊണ്ട് വേണ്ട വിവരങ്ങളെ മാത്രം തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കീവേഡുകളും അതിന് പറ്റുന്ന രീതിയിലുള്ളതാവുകയും വേണം. കൂടുതലായിട്ട് നമുക്ക് ആ സോഫ്റ്റ്വെയറുകളിലേക്ക് കടന്ന് നോക്കുന്ന സമയത്ത് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് DBMS അഥവാ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഒരു ചെറിയ സോഫ്റ്റ്വെയറാണ് DB ബ്രൗസർ ഫോർ SQLite എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് ഈ രീതിയിലാണ്. ഇവിടെ 2 രീതിയിൽ നമുക്ക് ഇതിലേക്ക് ഡാറ്റ കൊണ്ടുവരാം. ഒന്നെങ്കിൽ നമ്മൾ കാൽക്കിലൊക്കെ തയ്യാറാക്കി, ഇപ്പം നേരത്തെ കണ്ടതുപോലെ കാൽക്കിൽ തയ്യാറാക്കിയിട്ടുള്ള ഫയലിനെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റും. അവിടെ ടേബിൾ ഫ്രം CSV ഫയൽ നമ്മളവിടെ CSV ഫയലായിട്ട് തന്നെ സേവ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു CSV ഫയലിലുള്ള ടേബിളിനെ അല്ലെങ്കിൽ ഡാറ്റയെ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ പാഠപുസ്തകത്തിൽ പരിചയപ്പെടുന്നത് ഡയറക്റ്റ് ഇൻപുട്ട് ചെയ്യുന്ന രീതി അല്ല, മറിച്ച് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഡയറക്റ്റായിട്ട് നേരത്തെ ഒരു തയ്യാറാക്കിയ ഫയൽ കൊണ്ടുവരുന്ന രീതിയല്ല, മറിച്ച് ഇതിലേക്ക് തന്നെ പുതിയതായിട്ട് എൻ്റർ ചെയ്യുന്ന രീതിയാണ്. അതിനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുള്ളത് ക്രിക്കറ്റ് ലോകകപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഫയലാണ്. അത് നമ്മൾ കാൽക്കിൽ ആദ്യം തയ്യാറാക്കി വെച്ച് ഇതിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. അതല്ലെങ്കിൽ ഇതിൽ തന്നെ ഡയറക്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യുകയും ചെയ്യാം.
ഇവിടെ നമുക്ക് 3 തരത്തിലുള്ള ടേബിളുകളാണ് തന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടേബിൾ എന്ന് പറയുന്നത് കൺട്രി ടേബിളാണ്. രണ്ടാമത്തത് പ്ലെയർ ടേബിളാണ്. മൂന്നാമത്തത് മാച്ചസ് ടേബിളാണ്. അപ്പോൾ ആദ്യത്തെ ടേബിളിൽ കൺട്രി ഐ ഡിയും, അതായത് ഓരോ രാജ്യത്തിനും ഒരു പ്രത്യേക ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാച്ചസ് ടേബിളിൽ വർഷവും ആ വർഷത്തിൽ വിജയിച്ച രാജ്യത്തിൻ്റെ കോഡും അന്ന് ബെസ്റ്റ് പ്ലെയറായ ക്രിക്കറ്റ് കളിക്കാരൻ്റെ കോഡുമാണ് തന്നിരിക്കുന്നത്. പ്ലെയർ ടേബിളിൽ ഓരോ ബെസ്റ്റ് പ്ലെയറായ കളിക്കാരനും എത്ര റൺസാണ് നേടിയിട്ടുള്ളത്, ആ കളിക്കാരൻ്റെ രാജ്യത്തിൻ്റെ കോഡുമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഏറ്റവും ആദ്യം പ്ലെയറിൻ്റെ ഒരു ഐ ഡി എന്നുള്ള രീതിയിൽ ഒരു കോഡ് കൂടി നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ 3 ടേബിളുകൾ നമ്മളിവിടെ തയ്യാറാക്കേണ്ടതുണ്ട്. DBMSലേക്ക് നമ്മൾ കടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്നുകൂടി നമുക്കൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി ഞാൻ പറയാം. നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് 3 തരത്തിലുള്ള ടേബിളുകളാണ്. ഒപ്പം അതെങ്ങനെയാണ് DBMSൽ വർക്ക് ആവുന്നത് എന്നുകൂടി ഞാൻ പറയാം. ഉദാഹരണത്തിന് നമ്മളിനി തയ്യാറാക്കാൻ പോകുന്നത് ഈ തരത്തിലുള്ള 3 ടേബിളുകളാണ്. ഒന്ന് കൺട്രി എന്ന് പറയുന്ന ടേബിളാണ്. അതിനകത്ത് 2 കോളം ഉണ്ടായിരിക്കും, കൺട്രി ഐ ഡിയും കൺട്രി നെയിമും. രണ്ടാമത്തെ ടേബിൾ എന്ന് പറയുന്നത് പ്ലെയർ ആണ്. അതിനകത്ത് 4 കോളമുണ്ട്, പ്ലെയർ ഐ ഡി, പ്ലെയർ നെയിം, ടോട്ടൽ റൺസ്, കൺട്രി ഐ ഡി. ഇനി മൂന്നാമത്തത് മാച്ചസ് എന്ന് പറയുന്ന ടേബിളാണ്. അതിനകത്ത് ഇയർ, വിന്നർ ആൻഡ് ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്ന 3 കോളമാണ് ഉണ്ടാവുക. ഈ 3 ടേബിളിൻ്റെയും ഡാറ്റയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. അതായത് കൺട്രി ടേബിൾ എന്ന് പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കൺട്രി ഐ ഡിയും കൺട്രി നെയിമുമാണ്. അതിനകത്ത് ഏതാണ്ട് 7 റോയാണ് ഉള്ളത്. ഇനിയുള്ളത് പ്ലെയർ ടേബിളാണ്. പ്ലെയർ ടേബിൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതുപോലെ 4 തരത്തിലുള്ള കോളമാണുള്ളത്. പ്ലെയറിൻ്റെ ഐ ഡി ഉണ്ട്, നെയിം, ടോട്ടൽ റൺസ് ആൻഡ് കൺട്രി ഐ ഡി. മൂന്നാമത്തെ ടേബിൾ എന്ന് പറയുന്നത് മാച്ചസ് ടേബിളാണ്. മാച്ചസ് ടേബിളിലുള്ളത് കുറച്ചുകൂടി കുറവ് ഡാറ്റയാണ്. അതായത് 3 കോളമേ ഉള്ളൂ. അതിനകത്ത് വരുന്നത് ഇയർ, വിന്നർ ആൻഡ് ബെസ്റ്റ് പ്ലെയർ ആരൊക്കെയാണ് എന്നുള്ളത്. ഇവിടെ നമുക്ക് 3 ടേബിൾസാണ് ഉള്ളതെന്ന് പറഞ്ഞിരുന്നു. ഉദാഹരണമായിട്ട് ഞാനിവിടെ 2011 ആരാണ് വേൾഡ് കപ്പ് നേടിയത്, അത് അന്നത്തെ പ്രധാന പ്ലെയർ ആരായിരുന്നു, ഒരു ചോദ്യം ഉന്നയിക്കാമെന്നിരിക്കട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് ആ ഉത്തരം കണ്ടെത്തണം. നമ്മൾ ആദ്യം തന്നെ എടുക്കാൻ പോകുന്നത് മാച്ചസ് ടേബിളായിരിക്കും. കാരണം എന്താ, അവിടെയാണ് വർഷം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2011 എന്നുള്ള വർഷം നമ്മൾ എടുക്കുകയാണ്. 2011 അവിടെ വിന്നറിൻ്റെ കോഡ് വരുന്നത് C102 ആണ്. ബെസ്റ്റ് പ്ലെയറോ P5006 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇനിയിപ്പോൾ വിന്നർ ആരാണെന്നാണ് കണ്ടെത്തേണ്ടിയിരുന്നത്. അപ്പോൾ C102, ഈ C102 എവിടെ കിടക്കുന്നത്, കൺട്രി ടേബിളിലാണ്. അപ്പോൾ നേരെ കൺട്രി ടേബിളിലേക്ക് നമ്മൾ വരുന്നു. അവിടെ നമ്മൾ നോക്കുന്നത് 2 കോളം ഉണ്ടെങ്കിലും നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാ, കൺട്രി ഐ ഡി ഏതാണെന്നുള്ളതാണ്. അപ്പോൾ കൺട്രി ഐ ഡി നോക്കിയിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത് ഏതാ, C102 കണ്ടെത്തുകയാണ്. ഈ C102 നോക്കുമ്പോൾ ആരാണ്, ഇന്ത്യയാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി, ഇന്ത്യയാണ് എന്നുള്ളത്. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് എന്താ, P5006 ആരാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരെ വരുന്ന ഏതായിരിക്കും, പ്ലെയർ ടേബിളിൽ എന്തായാലും വന്നേ പറ്റുള്ളൂ. പ്ലെയർ ടേബിളിലെത്തി. അപ്പോൾ അവിടേക്ക് വരുമ്പോഴോ P5006 എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അവിടെയും നമ്മൾ 4 കോളം ഉണ്ടെങ്കിലും നമ്മൾ നോക്കുന്ന ഏതായിരിക്കും, പ്ലെയർ ഐ ഡി ആയിരിക്കും. അപ്പോൾ പ്ലെയർ ഐ ഡി എത്രയാണ് വരുന്നത്, P5006. അതിൻ്റെ നേർക്കാരായിരുന്നു നമ്മുടെ യുവരാജ് സിംഗ് ആണ്.
അദ്ദേഹം നേടിയിട്ടുള്ള റൺസ് 362. ഇനി നമുക്ക് ഈ ഒരു ടേബിൾ തന്നിട്ടില്ലെന്നിരിക്കട്ടെ, നമ്മളോട് ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമായിരിക്കും. അതായത് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ഓർ ലാൻസ് ക്ലൂസ്നർ ഓർ മാർട്ടിൻ ക്രൗ, ഗ്ലെൻ മഗ്രാത്ത് അങ്ങനെയുള്ള മറ്റേതെങ്കിലും ആൾക്കാർ, അല്ലെങ്കിൽ സനത് ജയസൂര്യ, അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്നൊരു ചോദ്യം വരികയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ സനത് ജയസൂര്യയുടെ കൺട്രി ഐ ഡി നമ്മൾ നോക്കുമ്പോൾ C101. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പോകുന്ന കൺട്രി ടേബിളിലേക്ക് പോകുന്നു, ആദ്യത്തെ കോളമായിട്ടുള്ള കൺട്രി ഐ ഡിയിൽ നോക്കുന്നു. അപ്പോൾ 101 എന്ന് പറയുമ്പോൾ ശ്രീലങ്കയാണ്. ഈ രീതിയിലാണ് നമ്മളിതിൻ്റെ ഡാറ്റാസ് എടുക്കുന്നത്. അതായത് ടേബിൾ ഇപ്പോൾ മാച്ചസ് ടേബിളുണ്ട്, പ്ലെയർ ടേബിളുണ്ട്, കൺട്രി ടേബിളുണ്ട്. പക്ഷെ നമ്മൾ ഇതിൽ എല്ലാ കോളവും ഒരേ സമയത്ത് പരിഗണിക്കുന്നില്ലല്ലോ. നമ്മൾ ആകെ പരിഗണിക്കുന്ന ഏതായിരിക്കും? ഇതിലേതെങ്കിലും ഒരു കോളം വീതമായിരിക്കും. അതായത് മാച്ചസ് ടേബിളിൽ നിന്നും നമ്മൾ ഇയർ നോക്കിയിട്ട് എടുക്കുമ്പം നേരെ പ്ലെയർ ടേബിളിൽ വരുമ്പോൾ അവിടെ എന്താ നോക്കുന്നത്? പ്ലെയർ ഐ ഡി ആണ് മെയിനായിട്ട് നോക്കുന്നത്. അതായത് തൊട്ടടുത്ത ടേബിളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇതിലെ പ്ലെയർ ഐ ഡി എന്ന് പറയുന്ന കോളമാണ്. എന്നാൽ കൺട്രി ടേബിളിൽ വരുമ്പോഴോ അവിടെ കൺട്രി ഐ ഡി എന്ന് പറയുന്ന കോളമാണ് മറ്റ് ടേബിളുകളുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ രണ്ട് ടേബിൾ, കൺട്രി ടേബിളും പ്ലെയർ ടേബിളുമായിട്ട് നോക്കിയാലും അതെ, കൺട്രി ഐ ഡി എന്ന് പറയുന്നത് അവിടെ കോഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൺട്രി ഐ ഡിയും ആണ് ഈ പ്ലെയർ ടേബിളിനെയും കൺട്രി ടേബിളിനെയും ബന്ധിപ്പിക്കുന്നത്, അതേപോലെ കൺട്രി ടേബിളിനെയും മാച്ചസ് ടേബിളിനെയും ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പുറത്തേക്കുള്ള മറ്റ് ടേബിളുകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന കോളത്തിന് നമ്മൾ പറയുന്നൊരു പേരുണ്ട്. നമ്മൾ പ്രൈമറി കീ അഥവാ PK എന്നാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കാറുള്ളത്. അതായത് പുറത്തെ ടേബിളുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന കോളംസ് വരുന്ന ആ ഒരു ഹെഡിങ്ങിനെ നമ്മൾ പ്രൈമറി കീ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ പ്രൈമറി കീ സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തുണ്ടാവും? കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ടുകളും റോങ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇനി തയ്യാറാക്കേണ്ടത് ഏതൊക്കെയാണ്? ഈ 3 ടേബിളുകളാണെന്നുള്ളത് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും നമുക്ക് അതിലേക്ക് വന്നുകൊണ്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഈ DBMS സോഫ്റ്റ്വെയറിലെ SQLite സോഫ്റ്റ്വെയറിന് പ്രത്യേകത ഞാൻ പറയുകയാണെങ്കിൽ, ഏത് DBMSും ഈ രീതിയിൽ തന്നെയാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. സാധാരണ നമ്മൾ എന്താ ചെയ്യുക? ഒരു ഫയൽ എടുത്ത് അതിലെ വർക്കുകളെല്ലാം തീരാറാകുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്ക് മാത്രമാണ് നമ്മൾ സേവ് ചെയ്യുള്ളൂ അല്ലേ. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? നമ്മൾ ആദ്യം സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? മറ്റു വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കുക, DBMS സോഫ്റ്റ്വെയറുകളുടെ ഒക്കെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം തന്നെ ഫയൽ സേവ് ചെയ്യും. സേവ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഫയലിലേക്ക് എൻട്രി ഒക്കെ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഫയലിൽ ന്യൂ ഡാറ്റാബേസ് ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഇവിടെ ടൂൾ ബാറിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, ന്യൂ ഡാറ്റാബേസിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓപ്പണായി വരികയാണ്. ഇവിടെ ഞാൻ ഡെസ്ക് ടോപ്പിൽ തന്നെ ഒന്ന് സേവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വേണ്ട ക്രിക്കറ്റ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഞാനിവിടെ ഫയൽ നെയിമായിട്ട് കൊടുക്കുന്നത് cricket_വേൾഡ് കപ്പ് എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഞാൻ അണ്ടർസ്കോർ എന്നാണ് കൊടുത്തത് അല്ലേ. സാധാരണ നമ്മൾ എന്ത് ചെയ്യുക? സ്പേസ് ഇടും. നമ്മൾ DBMS സോഫ്റ്റ്വെയറുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ പൈത്തൺ ലാംഗ്വേജിലൊക്കെ പരിചയപ്പെട്ട പോലെ തന്നെ കേസ് സെൻസിറ്റീവ് ആണ്. അതുപോലെ സ്പേസ് കാര്യങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യും? ഒരു കോഡ് പോലെയോ അല്ലെങ്കിൽ അതിലെ ഒരു വാചകമായിട്ട് തന്നെ കീവേഡുകളായിട്ട് എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ നമ്മളൊരു വാക്ക് എങ്ങനെയാണോ ടൈപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി ഓർത്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മളവിടെ ക്യൂറീസ് കൊടുക്കുന്ന സമയത്ത് എന്തുണ്ടാവില്ല? ഉത്തരങ്ങൾ കൃത്യമായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ സേവ് ക്ലിക്ക് ചെയ്യുകയാണ്. സേവ് ക്ലിക്ക് ചെയ്ത ഉടനെ എന്താ വരുന്നത്? പുതിയൊരു ടേബിൾ തയ്യാറാക്കാനുള്ള ഓപ്ഷൻ വരികയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തയ്യാറാക്കേണ്ടത് കൺട്രി ടേബിളാണ്. അപ്പോൾ കൺട്രി ടേബിൾ നമുക്ക് ടൈപ്പ് ചെയ്ത് തുടങ്ങാം അല്ലേ. അപ്പോൾ നമുക്കിനി കൺട്രി ടേബിൾ അടിച്ചു കൊടുക്കാമല്ലോ. ഫസ്റ്റത്തെ ടേബിൾ കൺട്രി ടേബിളാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ C ക്യാപിറ്റൽ കൊടുക്കുകയാണ്. കൺട്രി എന്നാണ് ഞാൻ പേര് കൊടുക്കുന്നത് അല്ലേ. കൺട്രി ടേബിൾ ആയതുകൊണ്ട് കൺട്രി എന്ന് പേര് കൊടുത്തു. ടേബിളിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ താഴെ വരേണ്ടത്? ഓരോ കോളായിട്ട് കൊടുക്കണം. അതിന് നമ്മൾ ഫീൽഡിൻ്റെ അകത്താണ് ഈ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇങ്ങനെ
ഫീൽഡ് 1, ഫീൽഡ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ഫീൽഡ് 1 എന്നുള്ളിടത്ത് ഒരു സെലക്ഷൻ വരാൻ വേണ്ടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്ക് സ്പേസ് അടിച്ചിട്ട് ആ പേര് കളയുക. അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ആദ്യത്തെ കോളം എന്തായിരുന്നു? കൺട്രി _ID. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണ് കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. സിയും ഐയും ഡിയും ക്യാപിറ്റൽ ലെറ്റർ ആയിരുന്നു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത് നമ്മൾ കൊടുക്കുന്നത് എന്താ? ഈ കൺട്രി ID എന്ന് പറയുന്നതിൻ്റെ അകത്ത് വരുന്നത് ഏത് ടൈപ്പിലുള്ള ഡാറ്റ ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? കൺട്രി ID എന്ന് പറയുമ്പോൾ C100, C101 അങ്ങനെയുള്ള രീതിയിലാണ് പോകുന്നത് അല്ലേ? C100, C101, C102. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? അക്കമുണ്ട്, അക്ഷരമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അക്കവും അക്ഷരം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ എടുക്കേണ്ടത്, ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഇൻറ്റീജർ, ടെക്സ്റ്റ്, ഗ്ലോബൽ, റിയൽ, ന്യൂമറിക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് കാണാം. നമ്മൾ എടുക്കേണ്ടത് ഏതായിരിക്കും? അക്ഷരവും അക്കവും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ എടുക്കേണ്ടത് ടെക്സ്റ്റ് എന്നുള്ള ടൈപ്പാണ്. ഓക്കെ. ഇനി ഈ PK എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞായിരുന്നു. PK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി കീ ആണ്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി പ്രൈമറി കീ കൺട്രി ID ആണ് നമുക്ക് അറിയുന്നതുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ തന്നെ വെച്ച് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ എന്തുണ്ടാവും? നമുക്ക് അടുത്ത ഒരെണ്ണം തയ്യാറാക്കിയിട്ട് കംപ്ലീറ്റ് കോളം ടൈപ്പ് ചെയ്തതിന് ശേഷം ചെയ്താലും മതി. രണ്ടാമത്തെ കോളം എന്താ? ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൺട്രി നെയിമാണ് കൊടുക്കേണ്ടത്. C ക്യാപിറ്റലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. C ക്യാപിറ്റലാണ്. കൺട്രി _നെയിം. നമ്മൾ അണ്ടർസ്കോർ ഇടാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം റിസൾട്ട് എറർ വരാനുള്ള സാധ്യതയൊക്കെ ധാരാളം കാണുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി കൺട്രി നെയിം വരുമ്പോൾ അവിടെ വെറും അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെ അക്ഷരങ്ങൾ മാത്രം ഉള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടെക്സ്റ്റ് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇത് പ്രൈമറി കീ അല്ല, അതുകൊണ്ട് ഞാൻ ടിക്ക് ഇടുന്നില്ല. 2 കോളം ആയതോടുകൂടി അതായത് നമ്മുടെ കൺട്രി ടേബിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കോഡ് രൂപത്തിലേക്ക് താഴെ ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പായിട്ട് വരുന്നതും കാണാം. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്തായി? ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ടേബിൾ കംപ്ലീറ്റ് ആയോ? ക്രിയേറ്റ് ആയി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ നോക്കൂ, ഈ നെയിമിൻ്റെ താഴെ ടേബിളിൻ്റെ ബ്രാക്കറ്റിൽ 1 എന്ന് വന്നു. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്തുണ്ടാക്കിയ ആ ടേബിൾ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ 2 കോളവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ടേബിളായി, പക്ഷേ ടേബിളിൻ്റെ ഉള്ളിലേക്ക് ഇനി എന്ത് ചെയ്യണം? ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ബ്രൗസ് ഡാറ്റയാണ്. ഈ ബ്രൗസ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒറ്റ ടേബിളല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ടേബിളിൻ്റെ അകത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൺട്രിന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മളിനി 2 ടേബിളും കൂടെ ഉണ്ടാക്കുമല്ലോ. ആ സമയത്ത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വേറെ ടേബിളുകളുടെ പേര് കാണാം. ഒന്ന് മാച്ചസ് എന്നുള്ള കാണാം, രണ്ടാമത്തെ പ്ലെയർ എന്ന് കാണാം. ഈ 2 ടേബിളും കൂടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നിലും എൻട്രി ചെയ്യാനാണ് പോകേണ്ടത് അല്ലേ? അപ്പോൾ കൺട്രി ടേബിളിൻ്റെ അകത്ത് ആദ്യം നമുക്ക് ഏതിൽ കൊടുക്കണം? കൺട്രി ഐഡിയിലും കൺട്രി നെയിമിലും ഒരേ സമയത്ത് തന്നെ എൻട്രി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ഒരു ബട്ടനാണ്. ഇൻസേർട്ട് എ ന്യൂ റെക്കോർഡ് ഇൻ ദ കറൻറ്റ് ടേബിൾ. കറൻറ്റ് ടേബിളിൽ ഇപ്പോൾ നിലവിലുള്ള ടേബിളിൽ ഒരു പുതിയ റെക്കോർഡ് അഥവാ പുതിയതായിട്ട് ഡാറ്റ എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത ഉടനെ ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നു. നമ്മൾ ആദ്യത്തെ കൺട്രി ID വരുന്നത് എന്താണ്? C100 ആണ്. C100 ആരായിരുന്നു? പാകിസ്ഥാനായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ എന്ന് ടൈപ്പ് ചെയ്തു. ഒന്ന് എൻ്റർ അമർത്താണ്, അവിടെ സെലക്ഷൻ ആയി. അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു കൺട്രിയുടെ ID കൊടുക്കണ്ടേ? അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നേരത്തെ ടൈപ്പ് ചെയ്തൊക്കെ മാറ്റം വരുത്തൊക്കെ ചെയ്യാം കേട്ടോ, തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ വീണ്ടും C101 എന്നടിക്കുന്നു. അത് ശ്രീലങ്കയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രീലങ്ക എന്നടിക്കുമ്പോൾ അവിടെ സ്പേസ് വന്നാൽ പ്രശ്നമില്ല. അതായത് ഇതിൻ്റെ ഉള്ളിൽ സ്പേസ് വന്നാൽ പ്രശ്നമില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. പക്ഷേ ഇവിടെ എങ്ങനെയാണോ അടിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമ്മൾ ഓർക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് റിസൾട്ട് എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? മുഴുവൻ ഡാറ്റയും നമുക്ക് ഇപ്പോൾ അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ വരുന്ന C102 നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഇനി മൂന്നാമത്തെ കഴിഞ്ഞു, 4ാമത്തെ ടൈപ്പ് ചെയ്യാണ്. C103. C103 ആരായിരുന്നു? ഓസ്ട്രേലിയ ആയിരുന്നു കേട്ടോ, ഓസ്ട്രേലിയ. അപ്പോൾ C103 ഓസ്ട്രേലിയ ആയിരുന്നു. C104 C104 നമ്മൾ നോക്കുമ്പം ന്യൂസിലാൻഡ് ആയിരുന്നേ. അപ്പോൾ ന്യൂ സ്പേസ് ഇടുക,
സീലാൻഡ്, ന്യൂസിലാൻഡ് എൻ്റർ അമർത്തി. വീണ്ടും ഞാൻ ആഡ് ചെയ്യാണ്. 100 ഇത് കഴിയാറായിട്ടുണ്ട്. ഇനി 2 എണ്ണം കൂടെ ഉള്ളൂ. 105 ആരായിരുന്നു? സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്ക എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിവിടെ ഞാൻ തെറ്റ് വരുത്തിയിരിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഇതിങ്ങനെ എൻ്റർ അമർത്തിയിട്ടുണ്ട്. അവിടെ എന്തായി? 6 അമർന്നിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം? നമുക്കവിടെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഒന്ന് എൻ്റർ അമർത്തി കൊടുത്തപ്പോൾ എന്തായി? അത് എൻ്റർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും ഒരെണ്ണം കൂടെ ഉള്ളൂ. C106 നമുക്ക് കൊടുക്കാനുള്ളത്. C106 ആരായിരുന്നു? ഇംഗ്ലണ്ട് ആയിരുന്നു കേട്ടോ. ഇംഗ്ലണ്ട്. ഇതോടുകൂടി നമ്മൾ എന്തായി? ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു, എൻ്റർ അമർത്തി കഴിഞ്ഞു. ഇപ്പോൾ ആദ്യത്തെ ഒരു ടേബിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇതേ രീതിയിൽ നമ്മൾ ഏതൊക്കെ ടേബിൾ ഉണ്ടാക്കണം? അപ്പോൾ ഞാൻ വീണ്ടും 2 ടേബിളും കൂടെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ബ്രൗസ് ഡാറ്റയുടെ പരിപാടി ഇപ്പോൾ തൽക്കാലം കഴിഞ്ഞു. ഇനി നമുക്ക് എവിടെ പോകണം? ഡാറ്റാബേസ് സ്ട്രക്ചറിൽ പോകണം. ഈ ഡാറ്റാബേസ് സ്ട്രക്ചറിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് തനിയെ സേവ് അടിച്ച സമയത്താണല്ലോ വന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി പുതിയ ടേബിൾ വരുത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് ഇവിടെ കണ്ടോ, ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ, തുടക്കത്തിൽ കണ്ട അതേ ഒരു വിൻഡോ തന്നെ ഓപ്പൺ ആയി വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതാ കൊടുക്കേണ്ട പേര്? മാച്ചസ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ മാച്ചസ് എന്ന് കൊടുത്തു. ഇനി അതിൻ്റെ താഴെ ഫീൽഡുകളല്ലേ കൊടുക്കേണ്ടത്? ഫീൽഡുകൾ ഏതൊക്കെ വരും? നമുക്ക് ആദ്യം വരുന്നത് ഇയറാണ്. ഇയർ എന്തായാലും ഏതായിരിക്കും? അക്കങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അക്കങ്ങൾ വരുമ്പോൾ ഒരു ഡൗട്ട് വരാം അല്ലേ? ടെക്സ്റ്റ് തന്നെ നമ്മളവിടെ കൊടുക്കുകയാണ്. ഇനി അടുത്തത് എന്ത് വരുന്നുണ്ട്? ആഡ് ചെയ്യുന്ന സമയത്ത് ബെസ്റ്റ് പ്ലെയർ അല്ലേ കൊടുക്കാനുള്ളത്? ബെസ്റ്റ് _ പ്ലെയർ PLAYR പ്ലെയർ. അതെന്ത് വരും? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ടെക്സ്റ്റ് തന്നെയാണ് വരിക. മാറി ക്ലിക്കായതാണ്. ടെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇയർ മാത്രമാണ് ഇൻറ്റീജർ കൊടുത്തിട്ടുള്ളൂ. ബാക്കി രണ്ടും എന്താണ്? ടെക്സ്റ്റും ഒപ്പം എന്ത് വരുന്നുണ്ട്? അക്കങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു. ഇവിടെ നമ്മൾ പ്രൈമറി കീ ആയിട്ട് ഇയറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതാണ് മറ്റുള്ളതായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇത്ര ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണത്? ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു കാര്യം. ഇവിടെ ഇപ്പോൾ ടേബിൾസിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? കൺട്രി ടേബിൾ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ 2 കോളം ഉണ്ട്. മാച്ചസ് ടേബിൾ ഉണ്ട്, അതിനുള്ളിൽ 3 കോളം ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണത്? ബ്രൗസ് ഡാറ്റ എടുത്തപ്പോൾ നേരത്തെ അതേ ടേബിളാണ് ഇവിടെ കാണുന്നത്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മ വരേണ്ടത്. ടേബിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ 2 ടേബിൾ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ മാച്ചസ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഈ രീതിയിൽ നമ്മളിത് റെക്കോർഡ് ചെയ്ത് കൊണ്ടേയിരിക്കുക. പുതിയ റെക്കോർഡുകൾ അതിലേക്ക് ആഡ് ചെയ്യുക. അങ്ങനെ മാച്ചസ് ടേബിളും കഴിയണം, പ്ലെയർ ടേബിളും കൂടെ നമ്മൾ പൂർത്തിയാക്കേണ്ടതുണ്ട്.